ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒൻസിഡിയം ഓർക്കിഡ്സിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിനെ കോമൺ ആയിട്ട് പറയുന്ന മറ്റൊരു പേര് ഡാൻസിങ് ലേഡി, ഡാൻസിങ് ഗേൾ എന്നൊക്കെയാണ്. ഈ പ്ലാന്റ്സിൻ്റെ പരിപാലനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു പ്ലാന്റ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഒട്ടുമിക്ക ആളുകളുടെ വീടുകളിലും ഈ ഒരു പ്ലാന്റ്സ് ഉണ്ടാവാറുണ്ട്. ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടി കൂടിയാണ്. ഈ പൂ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഒരു പെൺകുട്ടി ഫ്രോക്കൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്ന പോലെയാണ് ഈ പൂ ഇരിക്കുന്നത്. ഒരു കൂട്ടം പെൺകുട്ടികൾ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്ന പോലെയാണ് നമുക്ക് ഈ പൂ കണ്ടാൽ തോന്നുക. കാരണം ഇതിങ്ങനെ കുല കുത്തിയാണ് പൂക്കളുണ്ടാവുക. അതിമനോഹരമായ പൂക്കളാണ് കേട്ടോ ഇവയ്ക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചെടി കൂടിയാണ്. അതുകൊണ്ടാണ് ഈ പ്ലാന്റ്സിനെ എല്ലാവരും ഡാൻസിങ് ലേഡി എന്ന് വിളിക്കുന്നത്. ഈ പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷനും വെറൈറ്റികളും എല്ലാം തന്നെ നമുക്ക് നഴ്സറിയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു പ്ലാന്റ്സ്. എനിക്ക് ഈ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ തൈ കിട്ടിയതാണ്. ഞാനിതൊരു പോട്ടിൽ നട്ടിട്ട് ഇത് ഒരുപാട് തൈകളായി കഴിഞ്ഞപ്പോൾ ഞാനിത് അടർത്തി മാറ്റി നട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് ഇത് ഫുള്ളും മഴ നനഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ഷെയ്ഡിലോട്ടൊന്നും തന്നെ എടുത്തു വെച്ചില്ല. കാരണം ഇത് നല്ല ഡ്രൈനേജ് ഹോളുള്ളൊരു പോട്ടിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. നിറയെ ഹോളുള്ള പോട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് മഴയത്തിരുന്നാലൊന്നും ഇത് കുഴപ്പമില്ലാത്തൊരു ചെടിയാണ്. തുടക്കക്കാരൊക്കെ നടുമ്പോൾ ഇതൊന്ന് ഷെയ്ഡിൽ വെച്ച് വളർത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിന് വളങ്ങളൊന്നും തന്നെ ഇട്ട് കൊടുക്കാനും എനിക്ക് പറ്റിയില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇതിനകത്ത് പൂക്കളും കുറവാണ്. മഴക്കാലമായ കാരണം, ഇല്ലെങ്കിൽ ഇത് നിറച്ചും പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ അടിയിലുള്ള വീർത്തിരിക്കുന്ന ആ പോർഷനെ പറയുന്ന പേരാണ് സ്യൂഡോ ബൾബ്. നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും എല്ലാ ന്യൂട്രിയൻസും അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ആ ബൾബിനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാനൊക്കെ മറന്നു പോയാൽ പോലും അതിൻ്റെ ലീഫിലോട്ടൊക്കെ വെള്ളം എത്തിച്ചോളും. അതിനുള്ള കപ്പാസിറ്റി കൂടി ആ ബൾബിനുണ്ട്. മറ്റ് ഓർക്കിഡ്സിൻ്റെ ഇലകളൊക്കെ വളരെ ഫ്ലഷി ആയിട്ടായിരിക്കും ഇരിക്കുക. എന്നാൽ ഇതിൻ്റെ അങ്ങനെയല്ല. നല്ല ആരോഗ്യമുള്ള ചെടികളുടെ ഇലയ്ക്ക് നല്ല ആപ്പിൾ ഗ്രീൻ കളറായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൾബ് ചുളിവ് പോലെ ഇരിക്കും. വെള്ളം കുറഞ്ഞാലും ഇതിൻ്റെ ബൾബ് ചുളിവ് പോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ പോട്ടിങ്ങിനെ കുറിച്ച് പറയാം. മറ്റു ഓർക്കിഡ്സിൻ്റെ പോലെ തന്നെ ഇതിന് മരക്കരിയും ഓടിൻ കഷ്ണങ്ങളും ഇഷ്ടിക കഷ്ണങ്ങളൊക്കെ ഇട്ടാണ് ഇത് പോട്ട് ചെയ്യണത്. കൂടുതലും നമ്മൾ ചകിരിയുടെ തൊണ്ടെടുക്കുക, അതിനകത്തേക്ക് മരക്കരിയും ഓടിൻ കഷ്ണങ്ങളും ഇഷ്ടിക കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഇത് പോട്ട് ചെയ്താൽ മതി. നല്ലപോലെ വേരിറങ്ങുന്ന ഒരു ചെടി കൂടിയാണ്. ഇത് നമുക്ക് പല ടൈപ്പിലും നടാം കേട്ടോ. നമുക്ക് മരത്തിൽ ചകിരിയുടെ തൊണ്ട് വെച്ചിട്ട് അതിനകത്ത് ഇറക്കിയും വെച്ച് നടാം. പിന്നെ PVC പൈപ്പിലൊക്കെ കയറ് കെട്ടിയിട്ടൊക്കെ നടാം കേട്ടോ. പല രീതിയിലും നടാം. ഞാനിവിടെ നല്ല ഹോളുള്ളൊരു പോട്ടിലാണ് നട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ നനച്ചു കൊടുത്താൽ മതി. കാരണം അതിൻ്റെ ആ ബൾബ് പോലത്തെ ആ പോർഷൻ എല്ലായിടത്തേക്കും വെള്ളം കൊടുത്തോളും. നല്ല വേനൽക്കാലത്ത് ഇത് ഡെയിലി നനച്ചു കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ബൾബ് പോലത്തെ ഭാഗത്തിന് ചുളിവ് വീഴാനും ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറിലാവാനും ഇതിൻ്റെ ബൾബ് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് വെള്ളം കൂടിപ്പോയാലും ഇതിൻ്റെ ബൾബ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോൾ ഇത് പോട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ഹോളുള്ള, നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നൊരു പോട്ട് സെലക്ട് ചെയ്ത് നടാൻ ശ്രദ്ധിക്കുക. ഈ മഴ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഈ ഒരു പ്ലാന്റ്സ് മഴയത്ത് തന്നെയാട്ടോ വെച്ചത്. കാരണം വെള്ളം കെട്ടി നിൽക്കില്ല എന്നറിയായിരുന്നു. പിന്നെ ഞാൻ വളം ഒരുപാട് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. നല്ല മഴയത്ത് വെച്ചിരിക്കുന്ന കാരണം നമ്മൾ ഇതിനകത്ത് വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് കാരണം ഞാൻ വളം ഇട്ട് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പൂക്കൾ കുറവാണ്. എന്നാലും ഇതിനകത്ത് കൊല കുത്തി പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇത്രയും മഴയത്ത് നിന്നിട്ട് പോലും. പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ സൺലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ. മറ്റുള്ള ഓർക്കിഡ്സിന് ചെറിയ സൺലൈറ്റൊക്കെ മതി. ഇതിന് ഒരു ഉച്ച വരെയുള്ള സൺലൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ തന്നെ പൂക്കളുണ്ടാവും. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഡാൻസിങ് ലേഡി പൂവിട്ടിട്ടില്ലെങ്കിൽ ഇതിനെ ചെറിയൊരു സൺലൈറ്റിലേക്കൊന്ന് വെച്ച് നോക്കുക. അത് നിറയെ പൂക്കളുണ്ടായിക്കോളൂ കേട്ടോ. പൂവിടുന്നില്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ വെയിൽ തന്നെയാണ്. അപ്പോൾ ഉച്ച വരെയുള്ള വെയിലൊക്കെ ഇത് കൊള്ളാൻ തന്നെ ശ്രദ്ധിക്കുക. നേരിട്ടിട്ടുള്ള സൺലൈറ്റിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കാരണം ഉച്ച വരെയുള്ള സൺലൈറ്റിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ വളപ്രയോഗം. ഒരുപാട് വളപ്രയോഗം ഒന്നും തന്നെ ഞാനിവിടെ കൊടുക്കാറില്ല കേട്ടോ. ജൈവ രീതിയിലാണെങ്കിൽ തേങ്ങയുടെ വെള്ളം
2 ഇരട്ടി വെള്ളമായിട്ട് ചേർത്തിട്ട് 10 ദിവസത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പച്ചച്ചാണകം കലക്കിയിട്ട് 3 ദിവസം വെച്ചിട്ട് ഒരു 3 ഇരട്ടി വെള്ളമായിട്ട് ചേർത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന വളം. നമുക്ക് ഇതിൻ്റെ ഒരു പ്ലാന്റ്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് നടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഹോളുള്ളൊരു പോട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ നമുക്കിത് മഴയത്ത് വെച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റി നടാറായിട്ടുണ്ട്. നിറച്ചും വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്യൂഡോ ബൾബ്. എല്ലാ ന്യൂട്രിയൻസും സ്റ്റോർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഈ സ്യൂഡോ ബൾബിനുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതിന് ഒരുപാട് കെയറിങ് വേണ്ട എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിറച്ചും വേരുകളൊക്കെ തിങ്ങി നിറഞ്ഞായിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ റീപോട്ടിങ് വേറൊരു വീഡിയോയിലൂടെ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ സ്പൈക്ക്. ആ സ്യൂഡോ ബൾബ് പോലെ ആ ഭാഗത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു ലീഫ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് സ്പൈക്ക് പോലെ വന്നിട്ട് അതിൻ്റെ അറ്റം നിറച്ച് കുല കുത്തി പൂക്കളുണ്ടാവുന്നത്. നല്ലൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാവരും വീടുകളിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇതതിനകത്ത് മൊട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഡാൻസിങ് ലേഡിയുടെ കെയറിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.